നമസ്കാരം. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിൽ നിർണായക നീക്കവുമായി പോലീസ്. പ്രതിയായ വടകര സ്വദേശിനി ഷിംജിത മുസ്തഫയും ദീപക്കും ബസ്സിൽ കയറിയത് മുതലുള്ള ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കേസിൽ സൈബർ പോലീസിന്റെ സഹായം തേടി. നേരത്തെ 2 വീഡിയോകളാണ് ഈ യുവതി പങ്കുവച്ചത്. എന്നാൽ ഇവർ രണ്ടും എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്നാണ് പോലീസ് പറയുന്നത്. കേസെടുത്തതിന് പിന്നാലെ ഷിംജിത ഒളിവിൽ പോവുകയായിരുന്നു. യുവതി ദൃശ്യങ്ങൾ പകർത്തി ഫോൺ കസ്റ്റഡിയിലെടുക്കും. യുവതി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ സംഭവത്തിൽ പ്രതികരണവുമായി ബസ് ജീവനക്കാർ രംഗത്ത് വന്നു. ഈ ബസ്സിൽ വെച്ച് യുവതി വീഡിയോ എടുത്തത് തിരക്കു കാരണം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. കൂടാതെ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വന്നപ്പോൾ മാത്രമാണ് വിവരം അറിഞ്ഞതെന്നുമാണ് ജീവനക്കാർ പറയുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായതായി ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല എന്നാണ് ബസ് ജീവനക്കാരനായ രാമകൃഷ്ണൻ പറഞ്ഞത്. സംഭവം നടന്നപ്പോൾ യുവതി അറിയിച്ചിരുന്നില്ല. തങ്ങളോട് പറഞ്ഞെങ്കിൽ പോലീസിൽ അറിയിച്ചേനെ. ബസ് തിരിച്ചറിയുന്നത് തന്നെ വീഡിയോ കണ്ടാണെന്നും അദ്ദേഹം പറയുന്നു. ആളുകൾ നിറഞ്ഞു നിന്നതിനാൽ CCTV ദൃശ്യങ്ങളിൽ ഒന്നും കാണാനായില്ല. എങ്കിലും CCTV ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതുവരെ പരാതി ഒന്നും തന്നെ ഉയർന്നു വന്നിരുന്നില്ല. പരാതി പറഞ്ഞാൽ മതിയായിരുന്നുവെന്നും ജീവനക്കാർ പറയുന്നു. ബസ്സിലെ ഈ ദൃശ്യം CCTVയിൽ ഇല്ലെന്നാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. സംഭവത്തിൽ ദീപക്കിനെ പിന്തുണച്ചുകൊണ്ട് സീമാ ജി നായരും രംഗത്ത് വന്നു. മനസാക്ഷിയുള്ളവർക്കും ഈ പെറ്റമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാനാകില്ല. പ്രായമായ അച്ഛന്റെയും അമ്മയുടെയും ഏക അത്താണിയായിരുന്നവൻ. മുത്തേ, നീ ഇല്ലാത്ത അമ്മയ്ക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന ആ അമ്മയുടെ വാക്കുകൾ. ദൈവമേ, ആർക്കും ഈ ഗതി വരുത്തല്ലേ. ഒരിക്കലും കാണാത്ത, കേൾക്കാത്ത, അറിയാത്ത ആളായിട്ട് പോലും ദീപക് ഈ മരണം വല്ലാതെ ഉലയ്ക്കുന്നു. സ്ത്രീകൾക്ക് അനുകൂലമായി ചില നിയമങ്ങൾ വന്നതു മുതൽ അതിനെ ഏത് രീതിയിലും മിസ്യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് ഇവിടെ പലരും മാറുന്നു. അതിനുവേണ്ടി എത്ര കള്ളക്കഥകൾ മെനയുവാനും മടിയില്ല. എല്ലാവർക്കും റീച്ച് കൂട്ടുക, സമൂഹ മാധ്യമങ്ങളിൽ നിറയുക, റേറ്റിംഗ് കൂട്ടുക, ഇത് മാത്രമേ ഉള്ളൂ. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പഴമക്കാർ പറഞ്ഞപ്പോൾ നാടിന് തന്നെ ആപത്താകുന്ന രീതിയിൽ ഇത് മാറുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. പലരും പറയുന്നത് കേട്ടു, ദീപക് പിടിച്ചു നിൽക്കണമായിരുന്നുവെന്ന്. എങ്ങനെ പിടിച്ചു നിൽക്കും? എങ്ങനെ നേരിടും? വർഷങ്ങൾ കേസിന്റെ പുറകെ പോയി. നാട്ടിലും വീട്ടിലും നാണം കെട്ടവനായി എങ്ങനെ ജീവിക്കും? എല്ലാം കലങ്ങി തെളിയുമ്പോൾ അവന് കുടുംബവും അനുഭവിക്കാതെ അപ്പുറം അനുഭവിച്ചിട്ടുണ്ടാകും. റീച്ച് കിട്ടുവാൻ വേണ്ടി പെണ്ണെന്ന് പറയുന്ന നീ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിന് നീ അനുഭവിക്കും. ആ അമ്മയുടെ നെഞ്ചു പിളർക്കുന്ന വാക്കുകൾ മനുഷ്യനായി ജനിച്ച ആർക്കും സഹിക്കാൻ കഴിയില്ല. നാളെ നമ്മുടെ കുടുംബത്തിലും ഇങ്ങനെ സംഭവിക്കാം. അങ്ങനെ ഒരു ആപത്ത് വളർന്നു വരുവാൻ അനുവദിക്കരുത്. ദീപക്, താങ്കൾ പെട്ടെന്നെല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോൾ ഒരു നിമിഷം നൊന്തുപെറ്റ അമ്മയെയും ആ പാവം അച്ഛനെയും ഒന്ന് ഓർത്തുകൂടായിരുന്നു എന്നാണ് ആ കുറിപ്പ്. അതേസമയം അതിക്രൂരവും സ്ത്രീവിരുദ്ധവുമായ പരാമർശം നടത്തിയിരിക്കുകയാണ് BJP മുൻ സ്ഥാനാർത്ഥിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അജയ് ഉണ്ണി. ബസ്സിനുള്ളിൽ വച്ച് ദീപകിന്റെ വീഡിയോ പകർത്തി അപമാനിച്ചുവെന്ന് പറയപ്പെടുന്ന യുവതിയെ വിമർശിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ പരസ്യമായി ബലാത്സംഗം ചെയ്യുവാൻ അജയ് ഉണ്ണി ആഹ്വാനം ചെയ്തത്. തൊടുപുഴ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച വീഡിയോയിലാണ് കുറ്റകരമായി പ്രസ്താവന നടത്തിയത്. അനാവശ്യമായി നാണം കെടുത്തുവാൻ ശ്രമം നടന്നു കഴിഞ്ഞാൽ, മരിക്കണമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നൊന്ന് ബലാത്സംഗം ചെയ്തിട്ട് പോയി മരിക്കുക എന്നാണ്. കോഴിക്കോട് ബസ്സിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് ഷിംജിത എന്ന യുവതി ദീപകിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ സൈബർ ആക്രമണങ്ങളിൽ മനംനൊന്താണ് ദീപക് ആത്മഹത്യ ചെയ്തത്. ദീപക്കിനെതിരെ വീഡിയോ എടുത്ത ഷിംജിനെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ദീപകിന്റെ മാതാപിതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അജയ് ഉണ്ണി പ്രതികരിച്ചത്. എന്നാൽ ക്രിമിനൽ സ്വഭാവമുള്ള പരാമർശങ്ങളായിരുന്നു ഇയാൾ നടത്തിയത്. മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടുള്ള വ്യക്തിയാണ് അജയ് ഉണ്ണി. ഇത്തരമൊരു വ്യക്തിയിൽ നിന്ന് ഇത്രയും തരംതാണ പരാമർശമുണ്ടായത് രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു.